റിയല് ഇല്ലെങ്കിൽ ഞാൻ ഈ പകുതി മീസ അടിച്ചാളേ ഈ പകുതി മീസ അടിച്ചാൽ ഒരാഴ്ച നടക്കും ടൗണിൽ എന്റെ പേര് ഡൊമിനിക്ക് ഓക്കെയാണ്. എറണാകുളം ജില്ലയിൽപ്പെട്ടവരെ പണിക്കെടുക്കൂല. അവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ഗുണ്ടകളാവില്ല. കേൾക്കുമ്പോഴത്തെ ഒരുപാട് നല്ല പ്രവൃത്തി അവന്റെ ഉദ്ദേശം വരെയാണ്. അതിന്റെ പുറയിൽ ദുരുദ്ദേശങ്ങൾ ഉണ്ടാവുണ്ടല്ലേ വിജയിക്കില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതിനുള്ള സെറ്റപ്പ് ആയിട്ടില്ല. നിയമസഭയിലാണ് ആവും. ആര് ജയിച്ചാലും ആര് തോറ്റാലും നമുക്കൊരൊറ്റ കാര്യമുള്ളൂ, ഇവിടെ നല്ല ഭരണം കാഴ്ചവെക്കണവരുടെ കൂടെ ജനങ്ങളുണ്ടാവുള്ളൂ. കിഴക്കമ്പലം 2020 പാർട്ടിക്ക് മണ്ഡലത്തിൽ ഒരു ജയിക്കാനുള്ള സാധ്യതയില്ല, ഒന്നുമില്ല. 20ക്ക് വിജയസാധ്യത കുറവാണ്. ദേശീയ പാർട്ടിയൊന്നും അല്ലല്ലോ അത്. 2020 വിജയിക്കാൻ യാതൊരു സാധ്യതയില്ല. 2020 ഒരു പ്രാദേശികമായ പാർട്ടിയല്ലേ. അവര് ജയിക്കില്ലെന്ന് ജനങ്ങൾക്കറിയാം. UDF അല്ലെങ്കിൽ LDF വളരെ കുറവാണ്. വളരെ കുറവാണെന്ന് പറഞ്ഞാൽ അവരൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇവരെ മൂവിയത് സഖ്യം അവരുടെ ഇല്ല, സംഘടനയില്ല, ഒന്നുമില്ല. അവർ ഒറ്റ പാർട്ടിയായിട്ട് ഒരു 1-2 പഞ്ചായത്ത് ഭരിക്കുന്നേ ഉള്ളൂ. സപ്പോർട്ട് ഉണ്ടായിരുന്നു അവർക്ക്. അവരുടെ പഞ്ചായത്തിലെല്ലാം നന്മ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ. സാധ്യതയില്ല. അവരിപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്ത് മാത്രമാണ് അവർ ഭരിക്കുന്നുള്ളൂ. അങ്ങനെ ഓരോ ദിവസം ഇലക്ഷൻ്റെ ചൂടിലാണ് എല്ലാവരും. എന്തായാലും ഇന്ന് നമ്മൾ ജനങ്ങളോട് അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതികരണം അറിയാൻ പോകുന്നത് 2020 പാർട്ടിക്ക് വിജയ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തി നിൽക്കുമ്പോൾ ഒരു പ്രാദേശിക നിലയിലാണ് 2020 പാർട്ടി കിഴക്കമ്പലം ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എത്രത്തോളം വിജയ സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ ഇന്ന് ജനങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. എന്തായാലും അവരുടെ 2020 പാർട്ടിയെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണങ്ങൾ അറിയാം. അത് വെറുതെ അവർക്ക് അധികാരം വെറുതെ ഇതല്ല, ആളുകളെ പറ്റിക്കാൻ നിൽക്കുന്നല്ലേ. ആളുകളെ എന്ത് പ്രവൃത്തിയല്ലേ ഇത്? ആളുകളെ കൊലക്ക് കൊടുത്തിട്ടുണ്ടോ? നല്ല പ്രവൃത്തിയാണ്. അവന് വേറെ കണ്ടിട്ടുണ്ടല്ലേ, വേറെ അധികാരങ്ങൾ കണ്ടുണ്ടാകും ചെയ്യണം, അല്ലാണ്ട് വേറെ നന്നാക്കാനാ. കേൾക്കുമ്പോഴത്തെ ഒരുപാട് നല്ല പ്രവൃത്തി അവന്റെ ഉദ്ദേശം വരെയാണ്. അതിന്റെ പുറയിൽ ദുരുദ്ദേശങ്ങൾ ഉണ്ടാവുണ്ടല്ലേ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അവനും ജയിക്കില്ല. എന്ത് ജയിക്കുന്നു? ആരും വോട്ട് കൊടുക്കാനാ? വെറുതെ എടുക്കാന്ന് മാത്രമല്ല, അല്ലാണ്ട് ഒരു കാര്യമില്ല. വേറെ ഒരു പാർട്ടിയും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാര്യം പറഞ്ഞോളൂ. 20ക്ക് വിജയസാധ്യത കുറവാണ്. ദേശീയ പാർട്ടിയൊന്നും അല്ലല്ലോ അത്. അതുകൊണ്ടുള്ള ഒരു ജനങ്ങളുള്ള പിന്നെ അത് അവിടെ കിഴക്കമ്പലത്തൊക്കെ ഉള്ള ഒരു ഇതുള്ളൂ. ഇവിടെ ഒന്നും അതിൻ്റെ എഫക്റ്റ് ഇതില്ല. ലോകസഭയിലും മറ്റേ അസംബ്ലിയിലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഭരണം അവിടെ കുറച്ച് പേർക്കൊക്കെ ഉള്ള മറ്റേ ഈ അരിയും മറ്റേ ചെന്നൈ അതൊക്കെ വില കുറച്ച് കൊടുക്കണ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ഇത് ദേശീയ പാർട്ടി അല്ലല്ലോ അത്. അതിനുള്ള അവിടെ കുറച്ച് സ്ഥലത്തുള്ള ഇത് മാത്രമേ ഉള്ളൂ. ആണെങ്കിൽ അത് ബെന്നി ബെഹനാനാണ് ചാൻസ് കൂടുതൽ. ചാൻസ് കൂടുതൽ ബെന്നി ബെഹനാനാണ്. അവരുടെ ഒരു ഇതാണല്ലോ. പുള്ളി സിറ്റിംഗ് MP പുള്ളിയാണല്ലോ. അതുകൊണ്ടുള്ള ഒരു 95% പുള്ളിയാണുള്ള ഇതുണ്ടാവും. 2020 വിജയിക്കാൻ യാതൊരു സാധ്യതയില്ല. 2020 ഒരു പ്രാദേശികമായ പാർട്ടിയല്ലേ. അതായത് പ്രദേശത്തെക്കുറിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇല്ല, നമ്മളാഗ്രഹിക്കുന്ന ദേശീയപരമായിട്ടുള്ളൊരു പാർട്ടീനെയാണ് നമുക്ക് വോട്ട് ചെയ്യുള്ളൂ, ജനാധിപത്യപരമായിട്ട്. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് വെക്കുന്ന അജണ്ട ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുമ്പോൾ. അതിപ്പോൾ 2020 എന്ന പാർട്ടീനെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. കേരളത്തിൽ പോലും അവർക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ദേശീയ പാർട്ടി ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്നൊക്കെ ഉദ്ദേശമാണ് നമ്മൾ വോട്ട് ചെയ്യുള്ളൂ. CPM കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ CPM ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകും. പക്ഷെ CPM ഒരു ദേശീയ പാർട്ടിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഒരു ഇനീഷ്യലായിട്ടുള്ള ചോയ്സ് എപ്പോഴും കോൺഗ്രസ് ആയിരിക്കും. നമ്മൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുള്ളൂ. കാരണം BJPയെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. അവര് ജയിക്കില്ലെന്ന് ജനങ്ങൾക്കറിയാം. UDF അല്ലെങ്കിൽ LDF. അപ്പോൾ UDFന് കഴിഞ്ഞ അവിടെ 1,17,000 വോട്ടിന് ഭൂരിപക്ഷമുണ്ട്. 1,00,000 വോട്ടാണ് വിട്ടുകളയാണ്. 17,000 വോട്ടിന് ചെയ്യും. അതെ, അത് തന്നെ കൊണ്ടുപോകും. ഉറപ്പിച്ച് പറയണത് കോൺഗ്രസിന് അത്ര ഉറപ്പുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ മണ്ഡലം തന്നെയാണ്. അതല്ലാതെ വേറെ മണ്ഡലമൊന്നുമില്ല. അതിപ്പോൾ അഡ്വക്കേറ്റ് മങ്ങേര പുള്ളിയും ജയിക്കില്ല. അത് അവർക്കറിയാലോ. അതേ 1,00,000 വോട്ട് 1,17,000 വോട്ടിന് ബെന്നിവാനാണ് ജയിച്ചത്. 1,00,000 വോട്ട് വിട്ടുകളയാണ്. ബാക്കി 17,000 വോട്ടിന് ചെയ്യും. അപ്പോൾ അതിനകത്ത് 2020ക്ക് എതിരുള്ള ആൾക്കാരുണ്ട്. അതും 2020യുടെ എതിരുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ജയിക്കൽ ബെന്നിവാന തന്നെ ജയിക്കുള്ളൂ. അത് 100% ഉറപ്പാണ്. വിജയിക്കില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതിനുള്ള സെറ്റപ്പ് ആയിട്ടില്ല. നിയമസഭയിലാണ് ആവും. 2020 അല്ലാണ്ട് നമ്മളെ രീതിയിൽ ഇപ്പോൾ കാഴ്ചപ്പാടിൽ 2020ക്ക് ഒരു ചാൻസ് ഇല്ല. ലോക്സഭയിലേക്ക് ഒന്നിൽ ചാൻസ് ഏറ്റവും കൂടുതലുള്ളത് BJPക്ക് ഫസ്റ്റ് പ്രിഫറൻസ്.
സെക്കൻഡ് LDF, തേർഡ് കോൺഗ്രസ്. അപ്പം UDF ചാൻസ് കുറവാണ്. ഇന്ത്യ മുന്നണി സഖ്യമാണെങ്കിൽ കോൺഗ്രസിനാണെന്ന് പറയുമെങ്കിലും കോൺഗ്രസ് ആവില്ല, കാരണം ചാൻസ് കുറവാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മുടെ BJP സ്ഥാനത്ത് ജയിച്ചു കഴിഞ്ഞാൽ മിക്കവാറും 1-2 മിനിസ്റ്റേഴ്സിനെ കിട്ടാൻ നമുക്ക് ചാൻസ് ഉണ്ട് കേരളത്തിൽ, പ്രത്യേകിച്ചും അല്ലേ. അപ്പോൾ അത് നല്ലൊരു ചാൻസാണ്. 2020 യാതൊരു ചാൻസ് ഇല്ല നമ്മളെ, കാരണം 2020 എന്ന് പറഞ്ഞാൽ നിയമസഭയിലേക്ക് മിക്കവാറും നിന്ന നല്ല ഭൂരിപക്ഷം ജയിക്കാൻ ചാൻസ് ഉണ്ട്. അവരെ കാഴ്ചപ്പാട് നമ്മുടെ ഈ പറഞ്ഞ മാതിരി ആം ആദ്മി പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാടിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ അവർ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. മുൻതൂക്കം ഇപ്പോൾ തൽക്കാലം നല്ല രീതിയിൽ നിൽക്കുന്നത് UDF ആണ്. ബെന്നി ബെഹനാൻ നല്ല കാഴ്ചവെച്ചിട്ടുണ്ട്, സിറ്റിംഗ് MP. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചോളം നല്ലൊരു കാൻഡിഡേറ്റ് അവിടെ ഉണ്ടായത്, നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല പുരോഗതി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ നല്ല ചാൻസ്. പിന്നെ കൂടുതൽ BJP സംബന്ധിച്ചോളം വളരെ മോശമായൊരവസ്ഥയാണ് ഇവിടുത്തെ മണ്ഡലത്തിൽ. ബാക്കിയുള്ള മണ്ഡലങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ BJP ഉറപ്പാണല്ലോ. എല്ലാം സംയുക്തമായ രീതിയിൽ വന്നിട്ട് സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു പാർട്ടിയാണ് ഇന്ത്യ മുന്നണി. കാരണം അതിൽ തൊഴുത്തുകൂത്താണ്. മറ്റേന്ന് പറഞ്ഞ സംഘടന കേഡർ പാർട്ടിയാണ്. അവരൊരാൾ വിചാരിച്ചാൽ ഒരാളെ തീരുമാനത്തിൽ മുന്നേറി പോകാൻ സാധിക്കുള്ളൂ. അങ്ങനെ വേണം ഒരു സ്വതന്ത്രമായ രീതിയിൽ രാഷ്ട്രീയ പാർട്ടി കൈകാര്യം ചെയ്യേണ്ടത്. അതാണ് അവരുടെ ബലം. ഇവരെന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ പല ശിഥിലീകരണവും കൂടിക്കഴിഞ്ഞാണ്ടല്ല. കഴിഞ്ഞ 10 വർഷം ഭരിച്ചതാണ് ആര്? കോൺഗ്രസ് ഭരിച്ചാണ്. ഇപ്രാവശ്യമാണ്. അതിന് മുമ്പിൽ എന്തായിരുന്നു നടന്നത്? 2G സ്പെക്ട്രം എന്തെല്ലാം അഴിമതിയായിരുന്നു. ഒരു കുടുംബത്തിലേക്കല്ലേ കൊണ്ടുപോയതെല്ലാം. അത്ര വലിയ വൃത്തികളൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ SBIയുടെ മറ്റേ സാധനം ബോണ്ട് എല്ലാവരും മോശക്കാരൊന്നുമില്ല. എല്ലാ ഈ സാമ്പത്തികത്തിന് പിരിവേണം ജീവിക്കണല്ലോ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തൊഴിലായിട്ട് മാറി, വലിയ അടിസ്ഥാനം. കാരണം ഒരു ബിസിനസ് ചെയ്യണോ അധ്വാനിക്കാനോ വേർപ്പൊഴുക്കാനോ തയ്യാറല്ല. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ തൊഴിലവസരത്തിൽ അവർ സുഖമായിട്ട് ജീവിക്കുകയാണ്. അവർക്ക് GST അടിക്കേണ്ട, ഒന്നും വേണ്ട, നല്ല ഭക്ഷണം, നല്ല ഉറക്കം, നല്ല ഇല്ല. ആ ഇലക്ഷൻ ടൈമിൽ മാത്രമാണ് അവർ ഇത്തിരി പ്രയത്നിക്കുള്ളൂ. ബാക്കിയൊക്കെ പിരിവ് നടത്തി സുഖമായിട്ട് ജീവിക്കല്ലേ. അതൊരു തൊഴിലവസരമാക്കിയത്. അതാണ് ജീവിക്കാനൊരു അവസരമാക്കി മാറ്റിയത്. അതപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് എല്ലാവരും മുന്നേ. അതും മതവും കൂടി കൂട്ടിക്കലർത്തി, രാഷ്ട്രീയവും മതവും കൂടി ഒരുമിച്ച് കൂട്ടിക്കലർത്തിയോണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ അത് വളരെ അപകടം പിടിച്ചൊരു സംഭവത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വളരെ കുറവാണെന്ന് പറഞ്ഞാൽ അവരൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇതുവരെ മൂവ് ചെയ്തിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടൊരു ബേസ് ഉണ്ടെങ്കിലാണ് ഇന്ന് കേരളത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അവർക്ക് രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും പാർട്ടിയോട് അഫിലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിന് ചെറിയ ഈ പഞ്ചായത്ത് ഇലക്ഷനോ അല്ലെങ്കിൽ മുനിസിപ്പൽ ഇലക്ഷനോ നിൽക്കുന്ന മാതിരിയല്ല പാർലമെൻറ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ. സോ വാസ്റ്റ് വലിയൊരു ഏരിയയാണ്. അപ്പോൾ അവിടെ എല്ലായിടത്തും നിങ്ങൾക്ക് ഈ പാർട്ടിക്ക് ഇതിൻ്റെ പേരുകളുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പേരിൽ നിങ്ങളത് ഇപ്പോൾ എറണാകുളത്ത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നെന്ന് എനിക്ക് തോന്നണം, വൈപ്പില്ല അവിടെ നിന്നു തോന്നണം. അപ്പോൾ നിങ്ങൾ ജനങ്ങളെ കൂടുതൽ സഹകരിപ്പിച്ച് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അദ്ദേഹത്തിനോട് ചെയ്യുന്ന ദ്രോഹങ്ങളൊക്കെ നിങ്ങൾ പുറത്തെല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു 1% വോട്ട് കൂടുതൽ കിട്ടും. അത് ഉണ്ടാകാൻ സാധ്യതയില്ല. അഞ്ചാളുടെ സഖ്യം അവരുടെ ഇല്ല, സംഘടനയില്ല, ഒന്നുമില്ല. അത് ഒറ്റ പാർട്ടിയായിട്ട് ഒരു 1-2 പഞ്ചായത്ത് ഭരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാൻ സാധ്യതയില്ല. മുൻതൂക്കം ഇപ്പം നിൽക്കുന്നത് വലിച്ചുകൊണ്ടിരിക്കുന്ന BJP ആണല്ലോ. അവർക്ക് ചാലക്കുടി MLA ബെന്നി ബെഹനാൻ ചെയ്യും. അത് മാറ്റമൊന്നുമില്ല. അത് അങ്ങനെയാണ് അതിൻ്റെ പോക്ക് ലൈനും. യഡുവസത്തിൻ്റെ നിലപാടും വളരെ മോശമാണ്. ആ ഒരു നിലപാടിൽ ബെന്നി ബെഹനാൻ അതൊന്നും ഇവിടെ വേരോടില്ല. ഇപ്പോൾ അവിടെ കിഴക്കമ്മലൊക്കെ വേരോടും. അത് അവരുടെ ഒരു നമ്മുടെ ഈ നാട്ടിലൊന്നും അത് ക്ലിക്ക് ചെയ്യില്ല. അത് അവിടെ കുറച്ച് പ്രചരണമൊക്കെ ഉണ്ട്, കുറച്ച് ആൾക്കാർക്ക് ജനങ്ങൾക്ക് ഉപകാരമുണ്ട്. പക്ഷേ എന്നാലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഭരിക്കാനായിട്ട് ഇവിടെ കോൺഗ്രസ്സോ എന്ന് വെച്ചാൽ UDF ഇല്ലെങ്കിൽ LDF ഇല്ലെങ്കിൽ BJP ഇതിൽപ്പെട്ട ആരെങ്കിലുമാണ് ജയിപ്പിച്ച് വിടാനായിട്ട് ജനങ്ങൾ നോക്കുകയുള്ളൂ. ഇത് ലോക്കലായിട്ടേ കാണാൻ പറ്റുള്ളൂ. ശരിക്കും രാജ്യസ്നേഹമുള്ള ആൾക്കാർക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ചില ആൾക്കാരോടുള്ള ഭരിക്കുന്ന ആൾക്കാരോട് ഇടതുപക്ഷത്തിനോടും UDFനോടും ഉള്ള എതിർപ്പ് രേഖപ്പെടുത്തുന്ന ഒരു മുന്നണി ഉണ്ടാക്കി സാബു ജേക്കബ് ഇതുണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ അങ്ങേർക്കും ഗുണമാണ്, നാട്ടിലും ഗുണമാണ്. നാട്ടിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ടാക്സ് ആ രീതിയിൽ എഴുതി തള്ളി അങ്ങനെയും വിടാം. അതിൻ്റെ ഉപകാരം ജനങ്ങൾക്കും കിട്ടും. അപ്പോൾ പൊതുവെ ഇപ്പോൾ അവിടെ നല്ലൊരു ഇതാണ്.
എന്ന് വിചാരിച്ച് എല്ലാ ജനങ്ങളും ഇത് ഉൾക്കൊള്ളണമെന്നില്ല. ഇവിടെ കോൺഗ്രസോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ BJPക്കോ ആണ് അടിത്തറ ഉള്ളു. ചാലക്കുടി അല്ല 20 തൂത്ത് വരും, UDF 20 തൂത്ത് വരും. ചെറിയല്ലേ ഇല്ലെങ്കിൽ ആരും ഈ പകുതി മീസ അടിച്ചാളേ, ഈ പകുതി മീസ അടിച്ചാൽ ഒരാഴ്ച നടക്കും ടൗണിൽ കൂടെ. എന്റെ പേര് ഡൊമിനിക്ക്. ഓക്കെയാണ്. അതായത് അത്രമാത്രം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുക. ഇവിടെ മുഖ്യമന്ത്രിക്ക് ഞാൻ കോൺഗ്രസിന് പ്രവർത്തകനായിരുന്നു. 16 മുതൽ പ്രവർത്തനമുള്ള അനുഭവമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എനിക്ക് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനോഭാവമല്ല ഇപ്പം കമ്മ്യൂണിസം അല്ല, പിണറായിസ തൻപ്രമാണിത്വം. ആരും ഉൾക്കൊള്ളാനുള്ള മനസ്സില്ല. സ്വന്തം പാർട്ടി അണികളെ പോലും ഉൾക്കൊള്ളാനുള്ള മനസ്സില്ല. അങ്ങേര് പറയണ പ്രമാണം അങ്ങേരുടെ മക്കൾക്ക് പിന്നെ ആ വീട്ടുകാർക്കുള്ള ഗുണമല്ലാണ്ട് ഏതൊരു കാര്യത്തിലും കമ്മീഷൻ അടിക്കാണ്. ഈ കമ്മീഷൻ അടിക്കണത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സ്ഥലത്താണെങ്കിലും ഉദ്യോഗസ്ഥന്മാർ നോക്കിക്കോ ഉണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 എന്ന് പറഞ്ഞാൽ കിഴക്കമ്പലം ആ മേഖലയിൽ മാത്രം ഉയർന്നു വരുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആ പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ കമ്പനി തന്നെ എറണാകുളം ജില്ലയിൽപ്പെട്ടവരെ പണിക്കെടുക്കില്ല. അവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ഗുണ്ടകളാണ്. ഇവിടെ ഈ കിഴക്കമ്പലത്ത് സെക്യൂരിറ്റികളായിട്ട് ആ കമ്പനി നിൽക്കുന്നവരൊക്കെ ഗുണ്ടകളാണ്. അവിടെ ഈ കണ്ണൂരിൽ നിന്നും പാലക്കാട് നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും അന്യ സ്ഥലത്തു നിന്ന് ആളുകളെ പണിക്കെടുക്കുള്ളൂ. അപ്പോൾ പണിക്കെടുത്ത് കഴിയുമ്പോൾ അവർക്ക് അത്യാവശ്യ ഘട്ടങ്ങൾക്ക് ലീവ് കൊടുക്കില്ല. ലീവ് ചോദിച്ചാൽ അവരുടെ വീട്ടിൽ ഒരു മരിപ്പ് നടന്നാൽ പോലും ലേറ്റായിട്ട് ഇൻഫർമേഷൻ കൊടുക്കുള്ളൂ. അപ്പോൾ അതിനെതിരെ അവൻ സംസാരിച്ചാൽ പോലും അവനെ തല്ലാമോ എന്നാണ് അവിടുത്തെ സെക്യൂരിറ്റികൾ. അപ്പോൾ 2020 എന്ന് പറഞ്ഞാൽ കിഴക്കമ്പലം മേഖലയിൽ വേണമെങ്കിൽ നടക്കും. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ആണോ ഏതാണ് ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ മറ്റേ UDF സാധ്യത. ബെന്നിൻ ബെഹനാൻ തന്നെ വിജയിക്കുള്ളൂ ചാലക്കുടിയെ സംബന്ധിച്ച്. അത് എത്ര ശതമാനം വെച്ചാൽ എനിക്ക് ഒരു 80% ഉറപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചാലക്കുടി എറണാകുളം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് UDFന്റെ മെയിൻ സ്ഥിരാകോട്ടകളാണ്. അവർ ഗ്രൂപ്പ് കളിക്കാതെ ഒന്നിച്ച് നിന്നാൽ ബെന്നി ബെഹനാൻ പുഷ്പം പോലെ ജയിച്ചു. കിഴക്കമ്പലം 2020 പാർട്ടിക്ക് മണ്ഡലത്തിൽ ഒരു ജയിക്കാനുള്ള സാധ്യതയില്ല, ഒന്നുമില്ല. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടി എന്നുള്ള നിലക്ക് LDFനും UDFനും കവർ ചെയ്യാനുള്ള ശേഷി അവർക്കില്ല. ചാലക്കുടി മണ്ഡലത്തിലില്ല. അവർ ആ ഭാഗത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയാണ്. അല്ല, പൊതുവേ ഒരു ചാലക്കുടി മണ്ഡലം UDFന് അനുകൂലമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതികൾ കേന്ദ്രത്തിലാണെങ്കിൽ BJPക്ക് തന്നെ ഒരു മുൻതൂക്കം എല്ലാ സർവേയും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആര് ജയിച്ചാലും ലോക്സഭയിൽ കേരളത്തിന് വേണ്ടി ശബ്ദിക്കുന്ന നല്ലൊരു കാൻഡിഡേറ്റിനെ വിടണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി നല്ല കാൻഡിഡേറ്റാണ് രവീന്ദ്രനാഥ്. BJPയുടെയും അറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ സാധ്യത സാധാരണ രീതിയിൽ UDFനാണെങ്കിലും മത്സരം നല്ല കട്ടിക്കാണ് ഈ തന്നെ നടക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും. UDFന് മാത്രമായിട്ട് ഒരു ഏകാധിപത്യം കഴിഞ്ഞ തവണ പോലെ ഉണ്ടാവില്ല. കഴിഞ്ഞ തവണ അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് പെട്ടെന്ന് പ്രധാനമന്ത്രിയാകും എന്നുള്ളൊരു ട്രെൻഡ് അടിച്ചിറക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് 19 സീറ്റ് ജനങ്ങൾ നൽകിയത്. അപ്പോൾ ഇത്തവണ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഒരുപക്ഷെ ചാലക്കുടിയും ഇന്ന് മാറ്റം വന്നേക്കാം. കിഴക്കമ്പലത്തും നിയമസഭയിലും 2020ക്ക് ചാൻസ് ഇല്ലല്ലോ. നമ്മൾ കഴിഞ്ഞ നിയമസഭയിൽ വളരെ ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലമാണല്ലോ. അവിടെ LDF സ്ഥാനാർത്ഥിയിലെ വിജയിച്ച് കയറിയത്. തനതായി വിജയിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. അവർക്ക് ചില പഞ്ചായത്തുകൾ സ്വാധീനമുണ്ടെന്നല്ലാതെ പിന്നെ ഇപ്പോൾ അവർ BJP ആയിട്ട് കുറച്ചുകൂടി അടുത്ത് വരുന്നതുകൊണ്ട് ആ നിലക്കും ജനങ്ങളുടെ ഇടയിൽ ചർച്ച വരുന്നുണ്ട്. അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജനങ്ങൾ വിലയിരുത്തട്ടെ. ജനങ്ങളുടെ വോട്ടിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തന്നേക്കുന്നത്. മോദി ഗവൺമെൻറ്റിനെ അനുകൂലിച്ച് സംസാരിക്കുന്നവരുണ്ട്. മോദി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് എല്ലാം ഉണ്ട്. പിന്നെ കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തും ജനങ്ങൾ. കഴിഞ്ഞ തവണ ഭരിച്ച പോലുള്ള കാര്യങ്ങളെല്ലാം ഇത്തവണ ഭരണത്തിൽ ഇത്തിരി അതൃപ്തി ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കങ്ങളുടെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങൾ വിലയിരുത്തും. നല്ല പോരാട്ടം തന്നെ നടക്കും. ഇത്തവണ ഏകപക്ഷീയാവില്ല തീർച്ചയായിട്ടും. ആര് ജയിച്ചാലും ആര് തോറ്റാലും നമുക്കൊരൊറ്റ കാര്യമുള്ളൂ, ഇവിടെ നല്ല ഭരണം കാഴ്ചവെക്കണവരുടെ കൂടെ ജനങ്ങളുണ്ടാവുള്ളൂ. 5 കൊല്ലം അടുപ്പിച്ച് കിട്ടി, രണ്ടാമതൊരു 5 കൊല്ലം കിട്ടി. ഇവിടെ എന്തുണ്ടായി? എത്ര പേരുടെ പെൻഷൻ കട്ടായി? സഹായം ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവരുടെ കീഴിൽ നിന്ന് പണിയെടുക്കണവർക്കാണ് സഹായം കൊടുക്കണം. അല്ലാണ്ട് ഞങ്ങൾക്ക് ആർക്കെങ്കിലും സഹായം ഉണ്ടാവും? ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ മൈക്ക് പിടിച്ച് വരില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ഉണ്ടാവും. 2020 സഹായം ഉണ്ടാവും, അല്ലാതെ നിങ്ങൾ വരില്ല. ഞാനൊരൊറ്റ
ചോദ്യം വയ്ക്കുന്നുള്ളൂ. 2020 അവരുടെ കീഴിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് മാത്രം അവർ സഹായം ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞ വേറെ ഒന്നുമില്ല. ആര് ജയിച്ചാലും ആര് തോറ്റാലും ജയിക്കുന്ന ആൾ നല്ല ഭരണം കാഴ്ചവെക്കണം. അവിടുത്തെ ജനങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ മുന്നോട്ട് പോകണം. നല്ല ഭരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് മനസ്സിലായ പുള്ളിയുടെ കീഴിൽ നിൽക്കുന്നവർക്ക് മാത്രം സഹായം കൊടുക്കുള്ളൂ, അല്ലാതെ കൊടുക്കില്ല. ശരിയാണ്. ആ പഞ്ചായത്തിൽ പുള്ളി ജയിച്ച് ആ മേഖലയിൽ മാത്രമേ അവർ കൊടുക്കുള്ളൂ. വേറെ ആർക്കെങ്കിലും സഹായം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സർക്കാരിനെ എതിർത്തിട്ട് ഇവിടെ ആരും മുന്നോട്ട് പോകുമോ? 2020 അല്ല ഒരാളും പോവില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് എന്താ കാരണമല്ലോ, ഞാൻ നീല ഷർട്ടിട്ട് പ്രവർത്തിക്കുന്നവനവിടെ CA2 നല്ല ഭരണം ആര് നടത്തണോ അവർക്ക് ജനങ്ങൾ കൂടെ ഉണ്ടാവും. ജയിക്കുമായിരിക്കും. അദ്ദേഹം ഈ ചൂണ്ടിക പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പം ഒരുപാട് ജനങ്ങളുണ്ടായി കേൾക്കാനും സപ്പോർട്ടുണ്ടായിരുന്നവർക്ക്. അവരുടെ പഞ്ചായത്തിലെല്ലാം നന്മ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. അവർ എല്ലാവർക്കും വീടില്ലാത്തവർക്ക് വീടൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ 2020 അങ്ങനെ ഒരുപാട് കിഴക്കമ്പലത്തുള്ള കുടുംബങ്ങൾക്ക് മതിലും വീടും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. സാധ്യതയില്ല. അവരിപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്ത് മാത്രമാണ് അവർ ഭരിക്കുന്നുള്ളൂ. അങ്ങനെ പാർലമെന്റ് ഇലക്ഷനിൽ പിടിക്കാനുള്ള ഒരു ആയിട്ടില്ല. 2020 കുറച്ചും കൂടെ കഴിയണം. ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവർ ഭരണം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് പാർലമെന്റിലേക്കൊന്നും സീറ്റ് പിടിക്കാറായിട്ടില്ല. 2020 ആയിട്ടില്ല. ഇവിടെ നിന്ന് വെച്ചാൽ കിഴക്കമ്പലം മാത്രമേ ഉള്ളൂ, അവരുടെ പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ. വേറെ പുറത്തോട്ടൊന്നും ആയിട്ടില്ലല്ലോ. ഭരണം കുഴപ്പമൊന്നുമില്ല. അവരുടെ നല്ല ഭരണം തന്നെയാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ പാർലമെന്റ് ഇലക്ഷനിലൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നല്ലൊരു ഏരിയ വന്നതാണ്. അതൊരു കിഴക്കമ്പലം പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങണതല്ലല്ലോ പാർലമെന്റ്. അപ്പം അതുകൊണ്ട് പാർലമെന്റിലേക്ക് വരാറായിട്ടില്ല. ഭരണമൊന്നും കുഴപ്പമില്ല. അവരെ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഭരണമൊക്കെ നല്ല ഭരണം. 2020 അല്ല മറ്റ് ഇതാണെങ്കിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇത്തവണ മുൻതൂക്കം? ഈ തവണ രവീന്ദ്രൻ മാഷും ബെന്നി ബേനാനായതുകൊണ്ടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്.